എന്റെ പേര് ശശി. ഞാൻ പാലക്കാട് മുണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരികയാണ്. മോഹൻലാലിനെ കാണിക്കും. എന്താ കുട്ടിയെ നീ കാണിക്കണ്? മ്യൂസിക് ഇടാൻ പറഞ്ഞു. ഓ, ഇവിടെ വരുന്നത് മോഹൻലാലല്ലേ, അല്ലാണ്ട് ദിനോസർ ഒന്നല്ലല്ലോ. മെല്ലട്ടാ മതി, ചെറുത്. ഇത് കാണിക്കാൻ പോണോ മറ്റാരും അല്ല, ശശി മുണ്ടൂര്. ഇനി മിണ്ടി കഴിഞ്ഞാൽ കൊന്നുകളായി ഞാൻ. ന്യൂ ഇയറിന്റെ തലേന്ന് നമ്മള് വെള്ളടിച്ചിട്ട് ആള് മാറി തല്ലിപ്പോയത് പാഠപുസ്തകം ഇല്ലാത്തവന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ മാതിരത്തെ ഒരു അവസ്ഥയായില്ലേ? ചായയിൽ ആടുകൾ മേക്കുവാൻ ഞാനു വരട്ടയോ നിന്റെ കൂടെ. അടിപൊളി ശശി മുണ്ടൂര്. സാറിനൊരു വില്ലന്റെ രൂപമായിട്ട് തുടങ്ങിയില്ല ഇപ്പൊ കുറെ ആളെ. പ്ലക്കിംഗ് കട്ടർ എടുക്ക്. പ്ലക്കിംഗ് കട്ടർ. ഇതെന്താണ്? പ്ലക്കിംഗ് കട്ടർ. എന്തൊരു ചോയുണ്ട്. എന്ത് ചോയാണ്? നമ്മൾ ഈ ചാണകമൊക്കെ തിന്നുമ്പോൾ ഒരു ചോയല്ലേ? അയ്യോ അമ്പളോ, അതേമാതിരി ഒരു ചോയ. ഞാൻ ചാണകമൊന്നുമില്ല, ഇങ്ങേക്കും ചാണകമൊന്നുമില്ല. തേങ്ങ ചതിക്കില്ല, തേങ്ങ വീണ ആരും മരിച്ചിട്ടില്ല. ദേവാസുരത്തിലെ മോഹൻലാലിന്റെ മാതിരി ഇങ്ങനെ കുടിച്ചിട്ട് സൂര്യകിരീടം. ദേവാസുരത്തിലെ മോഹൻലാലിനായി ഇളന്നിന് വെട്ടി കൊടുത്താരാറിയോ? ആരാ? എന്റെ വല്യച്ഛൻ. കടല 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 വേണോ? കടല കഴിക്കാം. ചൂട് കടല കടല. കടല വേണോ? അല്ല, സാറന്മാരിങ്ങനെ കടപ്പുറത്ത് കാറ്റോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ വെറുതെ വേണമെങ്കിൽ ഒരു രസത്തിന് ഒത്തിരി കടലാണ്ട് കഴിച്ചോ. Good evening and welcome to Luna's Comedy Super Night. Luna's Comedy Super Night എന്ന ഈ ചിരി അരങ്ങിനെ മാറ്റുകൂട്ടാൻ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സിറാജ് ഏട്ടനെ. നമസ്കാരം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഭക്ഷണം എല്ലാം കഴിച്ച് ഇനി ഇതും കൂടെ കഴിഞ്ഞ് അങ്ങ് ഉറങ്ങാം അല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇന്ന് അശ്വതി കുറച്ച് നേരത്തേക്ക് ഞാൻ മാറ്റി നിർത്തിയേക്കാണ്. കാരണം എന്നെ കാണാനാണ് ഒന്ന് കുറേ നേരമായിട്ട് പുറത്ത് നല്ല ബഹളം. അശ്വതിയെ നിർത്തിയാൽ മതിയായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. എന്താണ് അവിടെ? എന്താണ് അവിടെ കിടന്ന് ഇത്രയും ബഹളം? അവിടെ ഒരു പെണ്ണ് കുളിക്കുമ്പോല്ലേ ആര് ഒളിച്ചു നോക്കിയെന്നോ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളാവും. അത് ശരി. അതിന് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇല്ല, അവര് എന്റെ പേര് പറയുമോന്നോ എന്റെ പേടി. ആഹാ. അല്ല, ഇനി നിങ്ങളെ പേര് പറഞ്ഞാലോ? ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞോ. അത് ശരി, അങ്ങനെ മതിയല്ലേ? എന്റെ പേര് ശശി. ഞാൻ പാലക്കാട് മുണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരികയാണ്. പാലക്കാട് മുണ്ടൂര്. അതാ സ്ലാങ് കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. എന്തിനാ ഇവിടെ കയറി വന്നത്? ഞാനില്ലേ, ഞാൻ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കും. ഞാൻ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കാം. ഒച്ച ഉണ്ടാക്കി അപ്പാട്ടി ഇട്ട് തനിക്ക്. ഓ അതല്ല, പിന്നെ നടന്മാരുടെ കുടലെടുക്കാ. നടന്മാരുടെ കുടലെടുക്കാന്ന്? കുടലല്ല കുട്ടിയെ, കുടല് സൗണ്ട് അസലായിട്ട് കാണിക്കും. ഈ പാലക്കാടൊക്കെ സൗണ്ടിന് കുരലെന്നാണ് പറയുന്നത്. ഞങ്ങള് പാലക്കാട് കുരൽ ഇതാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ പാലക്കാട് എല്ലാവർക്കും കുരലാണ്. നിങ്ങൾ കോമഡി കാണിക്കുന്ന ആളാണ്. അതെ, സിനിമയിലൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പാലക്കാട്ടുകാർ കേട്ടോ. ഓ, നിങ്ങൾക്ക് അവാർഡൊക്കെ കിട്ടിയില്ലേ? അത് ഞങ്ങൾ ഭയങ്കര ആഘോഷമായിരുന്നു. ഞങ്ങൾ പാലക്കാട് മുണ്ടുകാർ പാവമാണ്. ഞങ്ങൾ പാലക്കാട് മുണ്ടൂർക്കാട് പാവങ്ങളാണ്. എനിക്ക് സ്ലാങ്, നിങ്ങളുടെ ഈ സ്ലാങ്ങേ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നന്ദി കേട്ടോ. ഞങ്ങളുടെ നാട്ടുകാരോട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ഇപ്പൊ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഞാനില്ലേ, എന്റെ നാട്ടിലൊക്കെ നന്നായിട്ട് നല്ല പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മിമിക്രി ഒക്കെ കാണിക്കുമ്പോഴേ ആൾക്കാർ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഈ ലൂണാസ് കോമഡി ഷോയിൽ വന്നിട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യമാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാനില്ലേ മോഹൻലാലിനെ കാണിക്കും. മോഹൻലാലിനെ കാണിക്കും. അതിനെന്തിനാ താൻ നാണിക്കുന്നത്? ഇത് മോഹൻലാലല്ലേ, അതുകൊണ്ട് പറഞ്ഞതള്ളൂ. അത് ശരി, മോഹൻലാലിനെ അവതരിപ്പിക്കും. ശരി, ഓക്കെ, എന്നാ ചെയ്തോ. ഇത് കാണിക്കാൻ പോണ മറ്റാരുമല്ല, ശശി മുണ്ടൂര്. എടോ, ശശി മുണ്ടൂരാണ്, കാണിച്ചോളൂ. ഇത് കാണിക്കാൻ പോണ മറ്റാരുമല്ല, ശശി മുണ്ടൂര്. ഇനി മിണ്ടി കഴിഞ്ഞാൽ കൊന്നുകളായി ഞാൻ. അപ്പൊ ഇത് കാണിക്കുമ്പോ മറ്റേ സംഭവം വേണം. ഏത് സംഭവം? മ്യൂസിക്. മ്യൂസിക്? വാ, നിങ്ങൾ ഇട്ടാ മതി. നിങ്ങൾ മ്യൂസിക് അല്ലേ? അതെ, മ്യൂസിക് ഇട്ടാ മതി. ഞാൻ മ്യൂസിക് ഇടാം. റെഡി? എന്താ കുട്ടിയെ നീ കാണിക്കണ്? മ്യൂസിക് ഇടാൻ പറഞ്ഞു. ഓ, ഇവിടെ വരുന്നത് മോഹൻലാലല്ലേ, അല്ലാണ്ട് ദിനോസർ ഒന്നല്ലല്ലോ. മെല്ലട്ടാ മതി, ചെറുത് കേട്ടോ. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ടാണ്. ശരി, ചെറുത്. ഇത് കാണിക്കാൻ പോണ മറ്റാരുമല്ല, ശശി മുണ്ടൂര്. ശശി മുണ്ടൂരൂന്ന്.
സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് ചെന്ന് കയറിയത് കുട്ടിയെ നരിന്റെ മടയില് നരിക്കുണ്ട വലുതരണു പൊറോട്ട കയറുന്ന പോലെ കയറി സംഭവം മഹാദേവ അടിപൊളി ശശി മുണ്ടൂര്. ഓക്കെ, വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഞാനില്ലേ എനിക്ക് വലിയ വലിയ പാനന്റെ ഒക്കെ മുകളിൽ കയറി കള്ളി എത്തലാണ് പണി. അതാണ് പണി. വാ. ആഹാ. ആ? അപ്പൊ പാലക്കാട് നല്ല കള്ളൊക്കെ കിട്ടും. പിന്നെ കള്ളു കുടിച്ച് കുടിച്ച് മരിക്കാ. ആണോ? ആ. അത്രയ്ക്ക് കള്ളുണ്ടോ? അത്ര അധികം കള്ളില്ല. ഉള്ള കള്ളിൽ വെട്ടട്ടര പെട്ടെന്ന് കത്ത് പോയിക്കോളും. അത് ശരി. അല്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കാതെ വേറെ എന്തെങ്കിലും ജോലിക്ക് ഒന്ന് ഞാൻ ശ്രമിക്കാം. ഗൾഫിൽ പോകാൻ വേണ്ടി നിൽക്കല്ലേ, അതിന്റെ പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാണ്. പാസ്പോർട്ട് റെഡി ആയിട്ട് വേണം ഗൾഫിൽ പോവാൻ. അതെനിക്ക് ഇഷ്ടമായി. വാ. അല്ല, പാലക്കാടുള്ള ശശി മുണ്ടൂര് ആ. ഈ സ്ലാങ്ങും വെച്ചിട്ട് ഗൾഫിൽ പോവുകയാണ് ജോലിക്ക്. വാ. അല്ല, അവിടെ ചെന്ന് ഇറങ്ങുമ്പോ ആ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറബിയോ ഹിന്ദിയോ തമിഴോ മലയാളോ എന്തെങ്കിലും അറിയോ? മലയാളൊക്കെ നമ്മള് മലയാളികളല്ലേ. അല്ല, ഈ മലയാളം അവിടെ പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലായില്ല. കാരണം അവിടെ നിൽക്കുന്ന അറബികളും വേറെ വേറെ ഭാഷക്കാരും ഒക്കെ അല്ലേ. ഓ. ആ, അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ അവിടെ ചെന്നിട്ട് എനിക്കൊരു കട്ടൻ ചായ കുടിക്കണം എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്കൊരു കട്ടൻ ചായ വേണോന്ന് പറയും. അയ്യോ, കട്ടൻ ചായ എന്ന് വേണമെന്ന് പറഞ്ഞാൽ ആരാണ് ഓർത്തോണ്ട് വരുന്നത്? പിന്നെ അറബിക്ക് മനസ്സിലാവില്ലല്ലോ. ഓ, എങ്ങനെ പറയൂ? അറബിയിൽ കട്ടൻ ചായക്ക് സുലൈമാനി എന്ന് പറയും. ഓ അതെ, സുലൈമാൻ. അങ്ങനെയാണെങ്കിൽ ചായക്ക് എന്ത് പറയും? അബ്ദുൾ റസാഖ്, അസീസ്, അബി, അബു. വേണ്ട വേണ്ട, മാറ്റി കളഞ്ഞോ ഒക്കെ ശരി, മാറ്റി കളഞ്ഞോ. അത് മായ്ച്ചുകളാ. അത് ചോദിക്കുന്നില്ല. വേണ്ട. ഹിന്ദി അറിയാതെ എന്തായാലും ദുബായിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി അതാ. അതറിയും. അപ്പൊ എന്തായാലും ഹിന്ദി നിങ്ങൾക്ക് അറിയാലോ. വാ, ഹിന്ദി അറിയും. ഞങ്ങള് പാലക്കാട്ടുകാർക്കൊക്കെ ഹിന്ദി അറിയും. ഹിന്ദി അറിയാം. അങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ആ. കൽ ആ. കൽ ഹിന്ദിയിൽ കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ. നാളെ. ആ. അപ്പൊ മറ്റന്നാൾ അതിന് ഹിന്ദിയിൽ എന്ത് പറയും? കരിങ്കൽ, ചെങ്കൽ, ഇഷ്ടിക, ഓളോബ്രിസ്. അങ്ങനെ വേണ്ട വേണ്ട, മാറ്റി കളഞ്ഞോ. എന്താണ് ഈ പറയുന്നത്? മനസ്സിലാവണില്ല ഒരു കാര്യം. പോട്ടെ. ഇതെന്ത്? ആഹാ, അത് ശരി. അപ്പൊ താൻ ഭയങ്കര ദൈവഭക്തനും കൂടെയാണ്. ഞങ്ങള് പാലക്കാട് മൊത്തത്തില് പാലക്കാട് മുണ്ടുകാരൊക്കെ ഭയങ്കര ഭക്തിയുള്ള ആൾക്കാരാണ്. അത് ശരി. ഞങ്ങളുടെ അവിടുത്തെ ദേവീക്ഷേത്രം ഇല്ലേ, ഏതാ? അവിടെ മുണ്ടൂര് ദേവീക്ഷേത്രം. മുണ്ടൂർ ദേവീക്ഷേത്രം. വാ, ഭയങ്കര ശക്തിയുള്ള അമ്പലാണ് ദേവീക്ഷേത്രം. അവിടെ ശക്തി എന്ന് പറഞ്ഞ അങ്ങനെ അറിയോ? ഒരു ദിവസം ഞങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കാണ്. അമ്പലത്തിന്റെ മുമ്പിൽ ആരുമില്ല, ഒറ്റയ്ക്ക് ഞങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കാണ്. ദേവിയെ കാക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പല്ലേ എന്റെ കൗത്തിലൊരു പിടുത്തം. ആര്? ദേവിയോ? അല്ല, പിന്നെ ചന്ദ്രേട്ടൻ. ആരാ? ആ പണ്ടാരത്തിൽ നിന്ന് പൈസ എടുത്ത നായെ കൊല്ലുന്നു. ഓ, കമ്മിറ്റിക്കാരൻ ചന്ദ്രൻ. വാ. അത് ശരി. അപ്പൊ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഓ, ചെറുതായിട്ട്. പക്ഷെ പിടിച്ച ഉടനെ നിങ്ങൾ ക്യാഷ് കൊണ്ടിട്ടു. അതവിടെ കൊണ്ടിട്ട്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. പാലക്കാട് മുണ്ടൂർ ശശിയേട്ടൻ സത്യം പറഞ്ഞാൽ ഒരു നിഷ്കളങ്കനാണ്. എന്താണ് നിഷ്കളങ്കനാണ്. ആര്? ചേട്ടൻ. ഞാനോ നിഷ്കളങ്കനോ? ആ. നീ ആരാ നിഷ്കളങ്കൻ? നിന്റെ വീട്ടുകാരൻ നിഷ്കളങ്കൻ, ഞാനാണ് നിഷ്കളങ്കൻ. ഞാൻ പൈസ അവിടെ ഇട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ നിഷ്കളങ്കനാവും? നീ ആരാ നിഷ്കളങ്കൻ? എന്റെ പൊന്നെ. അതെ, നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതാ പാവം ആളെന്നാ ഉദ്ദേശിച്ചത്. നല്ല മനുഷ്യനാണ്. പാവ ആള് തന്നെ. ആ. അത് ശരിയാ. അതെ, ഇത് കൊള്ളാലോ. ഇതെന്താ ഇത്? ഇത് ഉഗ്രം വാച്ചാണല്ലോ. ഭയങ്കര വാച്ചാണത്. ഭയങ്കര വിലപിടിപ്പുള്ള ഒരു വാച്ചാണ്. ഇതെന്ത് വിലയോട്? ഇപ്പൊ എത്ര രൂപ വരും? ആ വേലയല്ല കുട്ടിയെ. പിന്നെ? ഇതെന്ന് പറഞ്ഞല്ലേ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു വാച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത്ഭുതകരമായ വാച്ച്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് അത്ഭുതമാണ്? അതായത് 40 വർഷം മുന്നേ എന്റെ മുത്തശ്ശൻ കിണറ്റിൽ ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ വാച്ച് ഒരു കിണറ്റിൽ പോയി. ഇപ്പൊ ഇന്നലെ അവിടെ മണ്ണെടുക്കണ പിള്ളേർക്ക് കിട്ടി. ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഓടുന്നത് കണ്ടോ? 40 വർഷം മുമ്പ് കിണറ്റിൽ വീണ വാച്ചാണിത്. വെള്ളത്തിൽ കിടന്ന് അപ്പോഴിത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടന്നു. എന്താ അത്ഭുതം? 40 വർഷത്തിന് മുമ്പ് എന്റെ ഒരു മുത്തച്ഛൻ ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോ കിണറ്റിൽ അങ്ങ് വീണുപോയി. ചത്തുപോയി കാണൂല. പക്ഷെ ഇന്നലെ മണ്ണെടുക്കാൻ വന്ന പിള്ളേർക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെ നല്ല സ്പീഡിലൊക്കെ നടന്നു പോണു. നോണ പറയരുത്. ഇതുപോലെ ഞങ്ങൾ പാലക്കാട്ടുകാരോട് പറയരുത് കേട്ടോ. അല്ല, നിന്റെ വാച്ച് ഇത്രയും വർഷം വെള്ളത്തിൽ കിടന്നെന്ന് പറഞ്ഞാൽ അത് നുണയല്ലേ? അത് നോണ എന്നല്ല, അത് കറക്റ്റായിട്ട് ഓടുന്നില്ലേ? എന്നാ എന്റെ അപ്പൂപ്പനും വെള്ളത്തിൽ വീണ് കിടന്നു. ഈ 40 വർഷം നിന്റെ മുത്തച്ഛൻ കിണറ്റിന്റെ അടിയിൽ എടുക്കാന്നൂടാ. നിന്റെ വാച്ചിന് കീ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇറങ്ങി പോടാ. ഒരു ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഹലോ. ആ സാർ. ഇല്ല സാർ, ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയാണ് സാർ. ഇല്ല, അവരെത്തിയിട്ടില്ല. ഇപ്പം വരുന്നാണ് പറഞ്ഞത്. ഇല്ല, അവരെത്തിക്കഴിഞ്ഞാൽ ഉടനെ. ഇല്ല, ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അന്നേരം തന്നെ സാറിൻ്റെ അടുത്തേക്ക് വിടാം. ഇല്ല സാർ, ഇല്ല ലേറ്റ് ആകില്ല. ഓ, സാറിന്ന് ലീവാണോ? ഓ, മക്കളൊക്കെ വന്നിട്ടുണ്ട്. ശരി, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതുമയുള്ള കാര്യമായിരിക്കും സാർ. എൻജോയ് ചെയ്യാം. ശരി സാർ, ഞാൻ എന്തായാലും അവർ വന്ന ഉടനെ വിടാം. അധികം ലേറ്റ് ആക്കില്ല സാർ. താങ്ക് യു സാർ. അയ്യോ, ഹലോ. സാർ, ഞാനേ SI രാജൻ തന്നെയാണേ. ഞാനിപ്പോൾ സാറിനെ വിളിച്ച സമയത്തെ സല്യൂട്ട് അടിക്കാൻ മറന്നുപോയി സാർ. ഇപ്പം ഞാനൊരു സല്യൂട്ട് അങ്ങോട്ട് തരാം. താങ്ക് യു സാർ. പ്രോട്ടോകോൾ ലംഘിച്ചു കഴിഞ്ഞാൽ എപ്പോഴാ തൊപ്പി തെറിക്കാന്ന് പറയാൻ പറ്റില്ല.
ഹലോ ഐഡിയ അവർ വന്നിട്ടില്ല. ഇല്ല 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 അവരിപ്പോ എത്തും. ആ വന്നു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് നടത്തും. യാതൊരു സംശയം നീ ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അവരിവിടെ വരട്ടെ. ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം IG സാറിന്റെ വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകാൻ പറയാം കേട്ടോ. ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചോ. ഇനി അത് കിട്ടാത്തതിന്റെ പേരിൽ പിണങ്ങി പോണ്ട. ആവട്ടെ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ് ബൈക്കും കൊണ്ടുവരുന്നത്. ബൈക്ക് അവിടെ മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ. ഇവിടെ ഒരു കാര്യം നടക്കാൻ പോകില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചു. അല്ല സാറ് വിളിച്ചിട്ട് ഇവിടെ വരാൻ പറഞ്ഞ ഞങ്ങളാണ്. നിങ്ങളാ? ഞങ്ങളോടാ വരാൻ പറഞ്ഞേ. അയ്യോ നിങ്ങളാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടാളും. മനസ്സിലായില്ല കേട്ടോ. മനസ്സിലാവാത്തോണ്ടാ. അതാണല്ലേ. അല്ല സാറ് നല്ല പരിചയം ഉണ്ടല്ലോ. എടാ സാറ് മനസ്സിലായില്ല ഞങ്ങക്ക്? ഇല്ല. ന്യൂ ഇയറിന്റെ തലേന്ന് നമ്മള് വെള്ളം അടിച്ചിട്ട് ആള് മാറി തല്ലിപ്പോയത് മൂപ്പരാണ്. സാറന്ന് പാന്റില്ലാണ്ട് ന്യൂ ഇയറിന്റെ തലേന്ന് തീരെ ഷട്ടി വലം മറ്റ ഷട്ടി സാറേ. ആ പോലീസ് ന്യൂ ഇയറിന്റെ സൈഡില് ആ ദിവസം ആ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ അവിടെ വന്നു. ഒരു കശവിശ നടന്നു. അന്ന് എന്നെ അടിച്ചത് നിങ്ങളാണോ? ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നമുക്കത് മറക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾ വന്ന കാര്യം നടക്കാം. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. ആരാണ് നിങ്ങൾ? മെയിൻ ആളാരാണ്? മെയിൻ ആളാണ്. അപ്പൊ ഇതാരാണ്? ഇത് എന്റെ ഡ്രൈവറാണ്. ഡ്രൈവറോ? ഈ സാധനത്തിന് ഒരു ഡ്രൈവറിന്റെ ആവശ്യമുണ്ട്. അയ്യോ സാറേ, ഇങ്ങനെ ഈ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളുകൾക്ക് ഒരു ഡ്രൈവർ വേണ്ടേ? അത് ശരി, ഇത് ഓടിക്കാൻ അറിയില്ല. ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾ വന്നല്ലോ. വന്ന സ്ഥിതിക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങാം. അപ്പൊ ഞങ്ങള് പരിപാടി പതുക്കാണ്ട് തുടങ്ങാം. മാലയില്ലേ? മാല സോറി, പണയം വെച്ചതാ. നിങ്ങളെ ഭാര്യന്റെ മാല അല്ലാന്ന് ചോദിച്ചേ. ഇത് മൂപ്പർക്ക് ഇടാനുള്ള മാല. ആ മാലയുടെ കാര്യം എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതാണല്ലോ. ഇല്ല ഇല്ല, എന്നോട് പറഞ്ഞൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളെ വിളിച്ച് പറഞ്ഞതാണ്. ഈ മാലേന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. മാലയൊന്നും അറിയില്ല. മാലല്ലേ മൂപ്പര് പോകും, അത്രേ ഉള്ളൂ. അല്ലല്ല, പോവരുത്. അല്ല, മാലട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് മൂപ്പർക്ക്. ഇല്ലേ മൂപ്പര് പോകും. സുനിയെ മാല അല്ലാണ്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാനില്ല. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ സെറ്റിൽ കൂട്ടിക്കൂടെ മാല വേണമെന്ന്. അതെ, പറഞ്ഞതാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നുള്ളത്. അപ്പൊ ഒരു മാലയില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ പോവരുത്. മാല ഇല്ലെങ്കിൽ എന്താ? തൽക്കാലം വില പറഞ്ഞൊരു പരിപാടിക്ക് നിൽക്കരുത്. അമ്മ ഒരു പൊന്നാടി ആയിക്കോട്ടെ. ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു പൊന്നാടി. പൊന്നാടി അത് നിങ്ങളെ ലുങ്കിയല്ലേ? നല്ല മാറ്റമുണ്ടല്ലോ അതിന്. അതൊന്നും നോക്കണ്ട, വന്ന കാര്യം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് അപ്പൊ നമുക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരുപാട് ദിവസങ്ങളുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹ സഫലീകരണത്തിന്റെ വേദിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ ഒരുപാട് വീടുകളുണ്ട്. ആ വീടിന്റെ പറമ്പുകളിലെല്ലാം ഒരുപാട് തെങ്ങുകളുണ്ട്. ഈ തെങ്ങിൽ ആരും കയറാൻ വരാതെ ആ തേങ്ങകളെല്ലാം തന്നെ മൂത്ത് താഴേക്ക് വീണ് ഇതാ നമ്മുടെ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുൾപ്പെടെ എത്ര ആളുകൾക്കാണ് പരിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ ഒക്കെ ഒരു അവസ്ഥ നോക്കൂ. പാഠപുസ്തകം ഇല്ലാത്തവന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ മാതിരത്തെ ഒരു അവസ്ഥയായില്ലേ? ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവരെ പോയി കണ്ടു ക്ഷണിച്ചു. ഇവർ വന്നില്ല. അതിനുശേഷം നമ്മൾ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. ഇവർ വന്നില്ല. അവസാനം എൻ്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇവരിവിടെ വരാം എന്നേറ്റതും. ഏതായാലും ആ രണ്ട് ചെറുപ്പക്കാരെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അവർ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപകടം പറ്റാൻ നമുക്ക് സമ്മതിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ റെസിഡൻസിന് കീഴിലുള്ള എല്ലാ വീടുകളിലെയും തെങ്ങുകളിൽ ഇവർ കയറി തേങ്ങ വലിച്ച് താഴ്ത്തിട്ട് നമ്മളെ കുടുംബജീവിതം ഭദ്രമാക്കുന്നതായിരിക്കും. അതിനുവേണ്ടി സ്വാഗതം ചെയ്യണം. പണി തുടങ്ങിക്കോളൂ. സാധനങ്ങളൊക്കെ എടുക്കട്ടെ. എടുക്ക്. പ്ലക്കിംഗ് കട്ടർ എടുക്ക്. പ്ലക്കിംഗ് കട്ടർ. ഓ, പ്ലക്കിംഗ് കട്ടർ. വലിയ പുതിയ ആനുകാലികമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഒക്കെ കൊണ്ടാണ് ഇവരൊക്കെ തേങ്ങ വലിയൊക്കെ തുടങ്ങിയിട്ടുള്ളത് അല്ലേ? മൂർച്ചുണ്ടാവും. നല്ല സാധനം. ഇതെന്താണ്? പ്ലക്കിംഗ് കട്ടർ. നമ്മളെന്താ അതിന് പറയാ അല്ലേ? അരിവാളെന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ അങ്ങ് പറഞ്ഞാ ഞങ്ങളെ പണിയായതാണ്. തൊട്ട് കളിക്കല്ലേ. ശരി, അരിവാള് കിരിവാള് എന്ന് പറഞ്ഞ വില കളയില്ലത്. എടാ, അരിവാളിനെ പിന്നെ അരിവാളെന്നല്ലാണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് വിളിക്കാൻ പറ്റുമോ? ശരി.
അരിവാളാണ് ഇത്. അത് എങ്ങനെ പറഞ്ഞാലും എന്റെ പേര് അങ്ങനെ തന്നെ ഇനി ഉണ്ടാവുള്ളൂ. ഇതൊരു ഒരു ഇൻസൾട്ടാണിത്. ഇത് ശരിയാവില്ല കേട്ടോ. ഇത് ശരിയാവില്ല. നമുക്ക് പോയാലോ? പോരുത് പോരുത്, കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പറഞ്ഞ നിങ്ങൾ കണക്കാക്കണം. നിങ്ങൾ കൊണ്ടുവരുത്. ഇല്ല 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 ഇല്ല. എന്നാ പിടി. ഒന്നും തെങ്ങും കയറണ്ടേ? ആ. ഇതുകൊണ്ട് ഇനി എന്താ പറഞ്ഞോട എന്താണ് ആ സാധനം എടുക്കാൻ പേര് വിട്ടുപോയി. ഏത്? ഫുഡ് ഫുഡ് ബെൽറ്റ്. ആ. ഈ നല്ല ചെങ്ങായിയാണ്. ഫുഡ് ബെൽറ്റ് ഒന്നുമില്ലാതെ വലിയ തളപ്പ്, അതിനാണ് ബൂട്ട് ബെൽറ്റ്. ഇയാള് ഫുള്ള് ഇളക്കലാണല്ലോ. നിങ്ങളെ ഈ തിളപ്പ് നന്നാവില്ല കേട്ടോ. അല്ല, തളപ്പിന് പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞാ പോരെ. നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ, നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ. ഹെഡ് ക്ലോത്ത് വേണ്ടേ? ഹെഡ് ഹെഡ് ക്ലോത്ത്. തോർത്തുമുണ്ട്, മോനെ നാറിയിട്ട് അതിനാണ് ഹെഡ് ക്ലോത്ത് എന്നൊക്കെ പറയുന്നത്. തോർത്തുമുണ്ട് സാധാരണ 10 റുപ്യന്റെ അപ്പൊ തോർത്ത്. എന്നാ തുടങ്ങിയല്ലേ? പരിപാടി തുടങ്ങാം. ആ. പക്ഷെ തുടങ്ങുന്നതിന് മുന്നേ മറ്റേ വേണ്ടേ? ആ എടുക്ക് സാറേ ഓ തെങ്ങുമ്പോ കയറണമെന്നുണ്ടെ കുടിക്കണം. ഏ കുടിക്കണം. പറ്റില്ല. ഏ? വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മദ്യപിക്കാൻ പാടില്ല. ആര് മദ്യം കുടിക്കണേ? ഏ മദ്യല്ല, പിന്നെ തെങ്ങുമ്പോ കയറാൻ മുന്നേ മൂപ്പർക്ക് പാല് കുടിക്കണം. പാലോ? ആ, പാല് കുടിക്കുന്ന ഒരു പാലിന്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാണ്, ഞാൻ വിളിച്ചു പറഞ്ഞാണല്ലോ. ഇവിടെ ആരോടൊന്നും ഞാൻ പക്ഷേ പറഞ്ഞു. ഇന്ന് പാലുകാരൻ വന്നിട്ടില്ലാന്ന്. അല്ല പാലില്ല. പാലില്ല പോലെ. പാലില്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാൻ ഞാനില്ല കേട്ടോ. പോക, ഇത് എന്ത് പരിപാടിയാണ്? നമുക്ക് ഇങ്ങോട്ട് എടുത്തോ. പോലെ 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 ഇപ്പൊ എന്താ പ്രശ്നം? പാല് വേണം. പാല് വേണം. ആ. എന്റെ ആദ്യ രാത്രിക്ക് പോലും ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചില്ല. ഇനി പാലിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് കാണാനുണ്ട്. അതും കൊണ്ട് തരുവോ? ഇങ്ങോട്ട് കൊണ്ടാ, ഇങ്ങനെ കൊണ്ട. കുട്ടിക്ക് പിന്നെ കൊടുക്കും. ഒരു നാട്ടുകാരെ കാര്യമാണ് തൽക്കാലം. ആന്ന് അവിടെയല്ല, അവിടെ കൊടുക്കും, അവിടെ കൊടുക്കും. എന്താ നിങ്ങളല്ലേ തെങ്ങുമ്പോ കയറുന്നത്? ടെസ്റ്റ് ആണ്. നമ്മള് ചില ഭക്ഷണമൊക്കെ നായ്ക്ക് കിട്ടുകൊടുക്കൂലേ, ആദ്യം പരിശോധന. നായ? ടെസ്റ്റിംഗ് ആണ്. നായല്ല, സുനിയാണ്. ആ. സുനി ഒരു നായാണല്ലോ. ഇനി വലിച്ചു കുടിക്കാണ്. അല്ലടാ, അത് ഇതാണ് സംഭവം ഉണ്ട്. എന്താണ്? എന്താണ് ഇങ്ങനെ എന്തോ ഒരു ചോയുണ്ട്. എന്ത് ചോയാണ് സംഭവം നമ്മൾ ഈ ചാണകമൊക്കെ തിന്നുമ്പോൾ ഒരു ചോയല്ലേ? അയ്യോ ഉമ്പളോ? അതേമാതിരി ഒരു ചോയ. ഞാൻ ചാണകം നിന്നില്ല, ഇങ്ങേക്കും ചാണകം നിന്നില്ല. അതുകൊണ്ട് ഇതിനങ്ങനത്തെ ചോയൊന്നുമില്ലടോ. ഇല്ല. അവിടെ വെക്ക്. അപ്പൊ സാറേ കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് പാല് കുടിച്ചല്ലോ. തീർക്കരുത്, അവിടെ ബാക്കി വെച്ചോ. പാല് കുടിക്കാറ്റ് ഇനി തെങ്ങുമ്പോ കയറാണ്ടായി പോണ്ട. തുടങ്ങല്ലേ? തുടങ്ങാം. അല്ല സാറേ, സമയത്ത് സമയം നോക്കണ്ടേ? എടാ ഞാൻ ഇതൊക്കെ മുന്നേ പറയണ്ടേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിന് മുന്നേ അതിന്റെ സമയവും രാഹുകാലവും ഗുളികകാലം ഒക്കെ നോക്കണം. ഇനിയിപ്പൊ ഞാൻ എവിടെ പോയിട്ടാ ഒരു ജ്യോതിഷനെ തപ്പിയെടുത്ത് വരിക? ഒരു പണിക്കർ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇനി സമയം പോവല്ലേ? ജോത്സ്യര കാര്യല്ലാന്ന്. നിങ്ങളെ വാച്ചിത്ത ടൈം അത് പറഞ്ഞു. പറഞ്ഞാ പോരെ? 10:25. 10:25. സോറി എന്താണ്? 10:30 ആയിപ്പോയി. അയ്യോ, എന്താണ്? 10 മണിക്കുള്ളതാണ്. ഓക്കെ. അത് ശരി, കൃത്യസമയത്ത് ഗുളിക കുടിക്കാത്തതിന്റെ ഒരു തകരാറുണ്ടെന്ന് കണ്ടപ്പോ തന്നെ തോന്നിയതാ. ഗുളിക ഒരുപാട് രോഗങ്ങളുണ്ടെന്ന് തോന്നല. ഇങ്ങനെ ഗുളിക തിന്നേണ്ട കാര്യമുണ്ടോ? അപ്പൊ അത് ഗുളികയല്ലാന്ന്, പിന്നെ ബദാം പരിപ്പാ. എന്തിനത്? അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോ തെങ്ങുമ്പോ കയറുള്ളൂ. ബോഡി ബിൽഡപ്പ് ആണ്. അപാര ബിൽഡപ്പ് ആണുള്ളത് കണ്ടത് തന്നെ അറിയാം. ഇല്ലെങ്കിൽ തെങ്ങുമ്പോ കയറുമ്പോ കൈ കാലം വിറച്ചു. ആയിക്കോട്ടെ ആയിക്കോട്ടെ ബോഡി ബിൽഡപ്പ് ആയിക്കോട്ടെ, കേറിക്കോ. എടുക്കരുത്. കട്ടി. ഇത് പ്രശ്നമാണത്. കൊറേ നേരമായി വിളിക്കുന്നു. ഇവിടുത്തെ വർക്ക് നടക്കൂല. കട്ടി. അയ്യോ, അല്ല, വന്ന കാര്യം നടക്കുവോ? തുടങ്ങല്ലേ? ആക്കെ നടക്കുന്നു. ആ തെങ്ങിലേക്ക് ഒരു തെങ്ങിലൊന്ന് കേറിയിട്ടൊന്ന് വലിക്കുക. ഒക്കെ ശരിയാക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരും. ആ തെങ്ങിനോടൊന്ന് ചാരി ഒന്ന്. ഓ, അടിപൊളി. അല്ല, ഞാൻ വേണോ? വേണ്ട. ഇത് എന്തിനുള്ള? അല്ല, നിങ്ങളും രാഷ്ട്രീയക്കാർക്ക് ഒരുപോലെയാണല്ലോ. എന്താ? രാഷ്ട്രീയക്കാർ ഒരു മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്ക് 5 കൊല്ലം കഴിയണം തിരിച്ചു വരണമെങ്കിൽ. അതുപോലെ തന്നെയാണല്ലോ, നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ വന്ന് തേങ്ങയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കണി കാണാൻ കിട്ടില്ലല്ലോ. മാത്രമല്ല, നാളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ തേങ്ങ വലിക്കുന്ന ഒരു വർഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാല്ലേ ഈ ഫോട്ടോ. നിങ്ങളെ വല്ലാതാണ്ട് ഇളക്കല്ലിട്ടോ. തേങ്ങലിക്കാരെ സ്വഭാവം ഇല്ലല്ലോ നിങ്ങൾക്ക്. തുടങ്ങിക്കോ. കൊളത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് വരില്ല. അല്ലല്ല, പോവരുത്. നമ്മളെ ആൾക്കാരൊക്കെ ഒരു അവസ്ഥ അറിയില്ല. ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടി നിൽക്കല്ലേ. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ മാത്രല്ല വലിക്കാനുള്ളൂ. അല്ലല്ല, ഇവിടെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് നേരെ ഐജിന്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. ഏതായി? പോലീസ് ഞങ്ങളെ മേലുദ്യോഗസ്ഥ വർത്താനം പറയുന്നത്. നിങ്ങൾ ഇവിടെ വലിക്കാൻ മാത്രല്ലേ പറഞ്ഞേ? അല്ല, ഐജിന്റെ ഇവിടത്തെ എല്ലാ വീട്ടിലും തേങ്ങ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ഐജിന്റെ വീട്ടിലെ തേങ്ങ പറിക്കാലോ. നടക്കൂലട്ടോ. എന്താ? ബുക്ക് ചെയ്തില്ല. ബുക്ക് ചെയ്യണോ? ഇതെന്താ ഗ്യാസാ ബുക്ക് ചെയ്യേ?
അല്ല ബുക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ പോലെ നോക്കി ആ. ഈ മാസം ഒരൊറ്റ ദിവസം ഒഴിവില്ല 31 വരെ മൊത്തം മറക്കാൻ എവിടെ ഞങ്ങൾ പോവില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഐജിന്റെ വീട്ടിൽ പോയി അവിടുത്തെ തെങ്ങ് കയറി തേങ്ങ മുഴുവൻ താഴെ ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഒന്ന് പോകണം നിങ്ങൾ അവിടെ. ആ നടക്കൂല ഇത് എന്തായാലും പോണം. ഞങ്ങൾ പോകില്ല, ഐജിന്റെ വീട്ടിൽ പോകില്ല, തേങ്ങ വലിക്കില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് അത് വേറെ ഒരുപാട് വർക്കുള്ള. ഇങ്ങോട്ട് വാ. കഴിഞ്ഞ ന്യൂ ഇയറിന് ഒരു എസ്ഐനെ തല്ലിയ കേസില്ലേ, അത് രണ്ടാമത് ഞാൻ അങ്ങോട്ട് കുത്തി പൊക്കിയാലോ? എന്തേ അണ്ടർവെയർ ഇട്ടിട്ട് സെല്ലിൽ കിടക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക്. സമയം ഉണ്ടാവില്ലേ? സമയം ഉണ്ടാവില്ലേ? ഇത് കഴിഞ്ഞ സമയം ഉണ്ടാവും. എനിക്ക് ജയിലിൽ കിടക്കാൻ കഴിയില്ല, അതാണ്. പാവാണ്ട് ഒരു ഐജിയല്ല ഒന്ന് വലിച്ചു കൊടുത്താളേ. അപ്പൊ ഓക്കെ സാർ, ആണോ? റെഡിയാണ്. തിരക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ശരി, ആയിക്കോട്ടെ. അല്ല സാറേ, ആ. ഞാനിത് വന്നപ്പോ തൊട്ട് ചോദിക്കണേ വിചാരിച്ചാ സാറേ, ഇത് ഇവിടെ എന്താ പറ്റിയ സംഭവം? അതേ, ഈ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിലുള്ള എല്ലാവരുടെ തലയിലും എത്ര ആൾക്കാർക്ക് തേങ്ങ വീണ് പരിക്കേറ്റ്. പക്ഷെ എന്റെ തേങ്ങ വീണല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വെറുതെ ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തി മൂത്രമൊഴിച്ചോണ്ടിരിക്കുമ്പോ ഒരില വീണതാ. ഇല വീണ് അങ്ങനെയൊക്കെ പറ്റൂ? ആ തെങ്ങിന്റെ ഇല വീണ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ. തെങ്ങില തെങ്ങില തള്ളമട്ടൽ എന്ന് പറയാൻ മടിയായിട്ടേക്കും. തെങ്ങില വലിയ സ്റ്റാൻഡേർഡ്. അല്ല സാറേ, എന്നിട്ട് എവിടെയാണ് കാണിച്ചത്? എവിടെയാണ്? ജനറൽ ഹോസ്പിറ്റലില്. അതാണ് പ്രശ്നം. നിങ്ങൾ അപ്പൂട്ടി വെതിരി കാണിക്കണ്ടേ? ആരെയും പോവും അവിടേക്ക്. അപ്പൂട്ടി വെതിരി കാണിക്കണം. എനിക്കറിയില്ലല്ലോ അങ്ങനെ ഒരാളെ. മൂപ്പര് മറ്റേ ഇതിന്റെ ആളല്ലേ, എന്താ മർമാണി ചികിത്സ. ആണോ? ആ, അത് ശരി. അത് നിങ്ങൾ വെച്ചാല് മർമാണി ചികിത്സ പറയുമ്പോ ഇവിടെ എന്തെങ്കിലും ഒക്കെ ഒടിവ് പറ്റി കഴിഞ്ഞാല് നമുക്ക് നല്ല രസാ. അത് ഇങ്ങനെ ഇങ്ങനെ ചെന്ന് കാണ്ട് ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ പൊട്ടിക്കലാ. നിങ്ങൾ എന്നെ മർമാണി ചികിത്സ പഠിപ്പിക്കാൻ വന്നാണോ, അല്ലെങ്കിൽ ഇവിടെ തെങ്ങ് കയറിയിട്ട് തേങ്ങ ഇടാൻ വന്നാണോ? ഞങ്ങൾ തെങ്ങ് കയറി തേങ്ങ ഇടും, നിങ്ങൾ സമ്മതിക്കണ്ടേ? എന്നാ പിന്നെ അത് ചെയ്യുന്നു. നോക്കുക. തേങ്ങ വലിക്കാലോ? എത്ര നേരായി. അല്ല, ഇവർക്ക് ശരിക്കും ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ വലിക്കേ ഇത് നിങ്ങൾക്ക് തന്നെ പറ്റൂ. അതെങ്ങനെ? ഏ? അതെങ്ങനെ? അത് വേറൊരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു എളുപ്പ പരിപാടിയാ? അയ്യോ ഭയങ്കര രസാണ്. പരിപാടി. ഒരു 10-12 മുള മതി. കഴ ഏ? കഴ കിട്ടി ആ, എന്നാ പിന്നെ അതൊരു നല്ല കാര്യല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരെ കാല് പിടിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. അതായത് അതൊന്ന് പറ. അത് സംഭവം എന്താ വെച്ചാല് ഇതിപ്പോ ഒരു തെങ്ങാണ് വിചാരിച്ചോ. അത് കൊക്കല്ലേ? ഒക്കെ തെങ്ങിന്റെ മുകളിൽ വന്നിരിക്കുന്ന സാധനല്ലേ ആ. ഇത്? എന്നാ വേണ്ട, ഇത് തെങ്ങാ വിചാരിച്ചോളൂ. ഇത് വെറും തെങ്ങല്ല, മണ്ടരി വെട്ടി തെങ്ങ. ഈ തെങ്ങിന്റെ ഇവിടെ ഒരു മുള, ഇവിടെ ഒരു മുള, ഇവിടെ ഒരു മുള, ഇവിടെ ഒരു മുള, ഒരു മൊത്തം 5 മുള. 4 4 മുള. ആ 4 മുള വെച്ച് കഴിഞ്ഞാല് അതിന്റെ മുകളിൽ വേറൊന്ന് ഇങ്ങനെ കെട്ടി മുകളിലൊരു ഏറുമാടം കെട്ടിയിട്ട് ഒരാള് കഷ്ടപ്പെട്ട് പാടുപെട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സുഖമായിട്ട് തേങ്ങ വലിച്ചൂടെ. കുറെ കാലം ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മള് തെങ്ങിന്റെ മുകളിൽ റിസോർട്ട് കെട്ടാനാ അവര് പറയുന്നത്. ഇവിടെ അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഈ മുളയൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാ? അതൊന്നും പറ്റില്ല. വേറെന്തൊക്കെ വഴികളുണ്ട്? ഇതല്ലാണ്ട് ഞാനൊരു സംഭവം പറയാണ്. തെങ്ങ് വീട്ടിൽ വെക്കുന്ന എല്ലാരോടും ഒരു പുതിയ ഒരു കാര്യം പറയാൻ പോവാ. ദയവ് ചെയ്തിട്ട് തെങ്ങ് നിങ്ങൾ ഈ തെങ്ങും തൈ കൊണ്ടുപോയിട്ട് വല്ല പറമ്പിലോ കണ്ടത്തിലോ കൊണ്ടുപോയി വെക്കരുത്. ഏതാ കിണറിൽ കൊണ്ടുപോയി വെച്ചോളി. ഇത് കിണറിൽ കിടന്ന് ഇങ്ങനെ വളർന്ന് വലുതായി ഇത് തേങ്ങ പറിക്കാൻ പാകാവുമ്പോ തെങ്ങിന്റെ നമ്മളെ കിണറിന്റെ പുറത്തെത്തും. കിണറിന്റെ പുറത്തെത്തല്ലോ, അപ്പൊ കൈകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ പറിച്ചൂടെ? ഈ തെങ്ങൊക്കെ ഇനിയിപ്പോ കിണറിലേക്കൊന്നും മാറ്റി കുഴിച്ചിടാൻ പറ്റില്ല. നമുക്ക് വേറെന്താ? എങ്ങനെ പെട്ടെന്ന് എന്താണ് പിന്നെ വിളിക്കുന്നത്? കോള് കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ സ്വിച്ച് ഓഫ് ആക്കിക്കാനേ. ഇതെന്ത് ഒഴിവാക്കാൻ നമ്മളെ വർക്ക് നടക്കില്ല. അതാണ് കട്ട് പ്രശ്നാണത്. അതാണ്. അല്ല നോക്കി അതൊന്നും. അല്ല, ഇത് തെങ്ങ് ഭയങ്കര ഹൈറ്റ് ആണുള്ളത്. ആ തെങ്ങ് പിന്നെ പൊമേറിയൻ നായ്ക്കുട്ടിന്റെ മാതിരി ഇത്രയും ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. നല്ല ഹൈറ്റ് ഉണ്ടാവൂലേ? ഇതെന്താ നിങ്ങൾ ഉദ്ദേശിച്ച തെങ്ങല്ല, ഒരുപാട് ഹൈറ്റ് ഉണ്ട്. അങ്ങനെ പിടിച്ചു വലിച്ച് കയറാനൊന്നും പറ്റൂല. ഇത് വേറൊരു സംഭവം എന്താ വെച്ചാല് സാറേ, ഇതിന്റെ മുകളിൽ ഉണ്ടല്ലോ ഒരു 4 ഓല ഉണങ്ങിക്കണേ. അത് ഉള്ളോണ്ട് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടാ. നിങ്ങൾ ഇവിടുന്ന് ആരെയും വിളിച്ചിട്ട് ആ ഓല ഒന്ന് മാറ്റി തരുവാണെങ്കിൽ തേങ്ങ ഞങ്ങൾ വലിച്ചോളാം. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ സർവീസ് റിവോൾവർ എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ വെടി വെച്ചോണ്ടിരിക്കാം. അത് നല്ല സംഭവമാണല്ലോ. പോലീസുകാർക്കാണ് ഇത് വെറുതെ ഇങ്ങനെ ആകാശത്തേക്ക് വെടിക്കുന്ന ഒരു ആരാ. ഇതാകുമ്പോ തേങ്ങ വെച്ച് കഴിഞ്ഞാൽ തേങ്ങയെങ്കിലും താഴ്ത്തി വീഴുമല്ലോ. ഇവിടെ ഗവൺമെന്റ് ബുള്ളറ്റ് തരുന്ന തേങ്ങ വലിച്ച് താഴെ ഇടാനല്ല. നിങ്ങൾ വന്ന കാര്യം നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ നടത്തും. ഞങ്ങൾ വന്ന കാര്യം ഞങ്ങൾ നടത്താൻ പോവാണ്. സമ്മതിക്കേണ്ടതിന് ഇതിപ്പോ 10 അടിയുള്ള തെങ്ങാണ്. ഏകദേശം എത്ര അടി ഉണ്ടാവും? മിക്കവാറും ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടെ ഒരടി നടക്കും. എത്ര അടി ഉണ്ടാവും? അത് ഞാനും നിങ്ങളും തമ്മിലാ. ഇത് എനിക്ക് തോന്നുന്നത് 12 അടീന്റെ മുകളിലുണ്ടാവും. ആണോ? ഇതോ 12 അടി ഉണ്ടാവും. അങ്ങനെ അത്രയൊന്നുമില്ല. 12 അടിയൊന്നുമില്ല. അല്ലല്ലോ, ഇത് ചെന്തങ്ങാന്ന് തോന്നുന്നു. ഇനി ശരിക്കും നോക്കതാ. എടാ, അതിന്റെ മുകളിൽ എന്താണ്? ഇളഞ്ഞാണ്. അത് കരിക്കാണ്. അയ്യോ, ഇളഞ്ഞി ആയിട്ടില്ല. കരിക്ക് കിട്ടണ നല്ല രസാലേ. അടിപൊളി. കരിക്ക് ഇങ്ങനെ വെട്ടി കാണിട്ട് കുറച്ച് നാടനിലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ദേവാസുരത്തിലെ മോഹൻലാലിന്റെ മാതിരി ഇങ്ങനെ കുടിച്ചിട്ട്
സൂര്യകിരീടം ദേവാസുരത്തിലെ മോഹൻലാലിനെ ഇളന്നിന് വെട്ടി കൊടുത്താരാ അറിയോ? ആരാ? എന്റെ വല്യച്ഛ ആണ് കടലേ അതിന്റെ രസം കാണാൻ കടലേ കടല കടല വേണോ? കടല കഴിക്കാം, ചൂട് കടല കഴിക്കാം, കടല. കടല വേണോ? അല്ല, സാറന്മാരിങ്ങനെ കടപ്പുറത്ത് കാറ്റോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ വെറുതെ വേണമെങ്കിൽ ഒരു രസത്തിന് ഒത്തിരി കടലാണ്ട് കഴിച്ചോ. നിങ്ങളിവിടെ മലർന്നു കിടന്ന് മുകളിലോട്ട് നോക്കി കഥ പറയാനല്ല ഞാൻ കൊണ്ടുവന്നത്. ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്നില്ല. ആ തെങ്ങ് കയറിയിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് പോയാൽ മതി. ആന്ന് ഇവിടെ തെങ്ങിനെ കുറിച്ച് നിനക്കൊക്കെ എന്തെങ്കിലും പിണ്ണാക്കറിയോ? അറിയോ? എന്താണ് നിനക്കറിയാം? തെങ്ങിനെ കുറിച്ച് അറിയെങ്കിലും 4 വാക്ക് പറ. തെങ്ങൊരു കൽപ്പവൃക്ഷമാണ്. പറഞ്ഞോ. തെങ്ങിന് ചുവട്ടിൽ നമ്മൾ പശുവിനെ കെട്ടുന്നു. പശു നമുക്ക് പാല് തരുന്നു, നെയ്യ്, വെണ്ണ, അങ്ങനെ പാലിൽ നിന്നും പല പല ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. മനസ്സിലായോ? മനസ്സിലായില്ലേ? നീ തേങ്ങ വലിക്കാൻ വന്ന ആളോ മിൽമേന്റെ ഡയറക്ടർ? ഇയാള് തെങ്ങിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് പശുവിനെ കുറിച്ചും പാലിനെ കുറിച്ചും അല്ലല്ലോ പറയാൻ പറഞ്ഞേ. എടാ, നീയൊക്കെ എവിടെ നിന്നാടാ തേങ്ങ വലിക്കാൻ പഠിച്ചത്? ഞങ്ങളൊക്കെ എവിടുന്ന തേങ്ങ വലിക്കാൻ പഠിച്ചെന്നോ? കുഞ്ഞിരാമൻ ആൻഡ് സൺസ് കോക്കനട്ട് പ്ലക്കിംഗ് സെന്റർ. പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തെങ്ങ് കരാൻ പഠിപ്പിക്കുന്ന ഏക സ്ഥാപനം. താഴെ നിന്നും നോക്കിയാൽ തേങ്ങയും കരിക്കും വേറിട്ട് കാണുന്ന ഏക സ്ഥാപനം. കുഞ്ഞിരാമന് മറ്റ് ബ്രാഞ്ചുകളില്ല. തെങ്ങ് ചതിക്കില്ല, തേങ്ങ ചതിക്കില്ല. തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. സാറേ, അവരെത്തി സാറേ. ഇല്ല, അവര് പഠിച്ച സ്ഥാപനത്തിന്റെ പരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അതവരാ ഒരു ശൈലിയാണ്. നമ്മൾ ഈ ഭൂമി പൂജ എന്നൊക്കെ പറയും പോലെ. ഇല്ല, ലേറ്റ് ആവില്ല, അത് കഴിഞ്ഞാൽ വേഗം എനിക്കറിയാം. സാറും ഫാമിലിയും വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. ഇല്ല സാർ, ആയിക്കോട്ടെ. സാറേ എവിടെ നിൽക്കുന്നത്? അയ്യോ, ആ മുറ്റത്തൊന്നും നിൽക്കണ്ട സാറേ, തേങ്ങ വീണാൻ. തെങ്ങ് ചതിക്കില്ല, തേങ്ങ ചതിക്കില്ല. തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. ഐജിയുടെ തലയിൽ തേങ്ങ വീണിട്ട് ആ നിലവിളിയാ ഞാൻ കേട്ടത്. ഐജിയുടെ തലയിൽ ഇനിയിപ്പോ മുകളിലേക്ക് ആചാരപടി മുഴക്കിട്ട് മൂപ്പരെ കുഴിച്ച് മൂടേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനില്ല ഞാൻ. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചു. അല്ല, നിങ്ങളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ. ഞാൻ ഇതൊന്നും വിചാരിച്ചില്ല. നിങ്ങളൊക്കെ വന്ന് സടപടേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും എല്ലാവർക്കും പരാതി അല്ലേ? നിങ്ങളെ വീട്ടിൽ ഇവർ വന്നിട്ട് എത്ര കാലമായി? ഒരു ദിവസം വന്നിട്ട് എത്ര കാലം മുന്നേ വന്നതാ? കഴിഞ്ഞ വർഷം നിങ്ങൾ അവിടെ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്നത്. അതിപ്പോ നിങ്ങൾ അതിലെ കാണാറില്ലല്ലോ. കണ്ടോ, നിങ്ങൾ അവിടെ തേങ്ങ വന്നാണ്. ഇപ്പൊ ഞങ്ങളെ കാണില്ല. സ്ഥലം എവിടെയാ? കാണുന്നില്ല അങ്ങോട്ട്. സ്ഥലം എവിടെയാ? സ്ഥലം പറവോ? അവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ വേറെ സംഭവമുണ്ട്. വേറെ പ്രശ്നം അതാണ്. അവിടെ ബാത്റൂം സൗകര്യം ഇല്ല. ഞങ്ങളുടെ ബാത്റൂം വളരെ ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായി ടൈൽസ് ഇട്ടിട്ടിരിക്കുന്ന റൂമാണല്ലോ. നിങ്ങളെ വീട്ടിലെ ബാത്റൂം അല്ല പറഞ്ഞു. ഞങ്ങൾ ഈ തെങ്ങിന്റെ മുകളിൽ കയറി കഴിഞ്ഞാല് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് അവിടുത്തെ ബാത്റൂമിലേക്ക് നോക്കാനുള്ള സൗകര്യം ഇല്ല. ഒരു ബോർഡ് വെച്ച് മറക്കാൻ. അതാട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വരില്ല. ആ സൗകര്യങ്ങൾ എന്തുണ്ടാക്കണം അന്ന് ഞങ്ങൾ വരും. നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. അല്ലാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ കൂലിയാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇപ്പൊ കൂലി? ഞങ്ങളിപ്പം 400. ഒരു തെങ്ങിന് നമ്മൾ വാങ്ങുന്നത് 400 രൂപയാണ്. 400 രൂപ ഒരു തെങ്ങിന്? പിന്നെ 8 തേങ്ങ ഞങ്ങൾ എടുക്കുകയും ചെയ്യും. പിന്നെ ഒരു 8 തേങ്ങ ഉണ്ടാവും. 8 തേങ്ങ തരാനൊന്നും പറ്റില്ല. 8 തേങ്ങ ഒരു തെങ്ങുന്നോ? ഒരു തെങ്ങ് വലിക്കുമ്പോ 8 തേങ്ങ തരണോ? അതെങ്ങനെയാ? ഒരു 2 ഒക്കെ എന്ന് പറഞ്ഞ ഒരു ന്യായല്ലേ? ഇത് അതിന് കണക്കുണ്ട്. എങ്ങനെ? കണക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആ കണക്ക് എനിക്ക് മനസ്സിലായില്ലല്ലോ. അതായത് ഞങ്ങൾ തെങ്ങിന്റെ താഴേന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ 2 തേങ്ങ. 2 തേങ്ങ. തിരിച്ച് താഴേക്ക് ഇറങ്ങണമെങ്കിൽ 2 തേങ്ങ. 4. 2 തേങ്ങ പിന്നെ നിങ്ങൾ തരണം. അത് നാട്ടു നടപ്പാണല്ലോ. 6. പിന്നെ 2 തേങ്ങ ഞങ്ങൾ തരൂല. മാമൂലാണ്. അത് തരൂല. ഇതാണ് നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട്. അതേ, നിങ്ങളെ വിളിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങളും ബാബാ സുരേഷൊക്കെ ഒരുമാതിരിയാ. കാരണം ബാബാ സുരേഷ് പാമ്പിനെ പിടിക്കും, ബാക്കി എല്ലാവരും പാമ്പിനെ പിടിക്കാൻ പോകുന്നവരല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു വിഭാഗവും. ഇവരെ കയ്യും കാലും പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹിന്ദിക്കാരെ വെച്ചിട്ടാണെങ്കിൽ ഇനി ഞങ്ങൾ തേങ്ങ വലിക്കാനുള്ള ആൾക്കാരെ ഞങ്ങൾ കണ്ടുപിടിക്കും. അവര് ഈ പണിക്ക് ഇറങ്ങി നോക്കട്ടെ. നിങ്ങൾ എല്ലാരും ആഫീസ് കൂട്ടി. ഞങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ടെന്ന്. എന്താ അസോസിയേഷൻ? ഹിന്ദിക്കാരൊന്ന് തെങ്ങിന്റെ മുകളിൽ കയറ്റി നോക്കി. ഒന്ന് കയറ്റി നോക്കി. എന്ത് ഞങ്ങള് എറിഞ്ഞ് താഴത്തള്ളിടും ഞങ്ങൾ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയോ? ഗൾഫിലൊന്നും തെങ്ങില്ലാത്ത നിങ്ങളെ ഭാഗ്യം എന്ന് വിചാരിച്ചോ? ഇല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അയ്യോ, അല്ല എന്തെങ്കിലും ഒന്ന് ചെയ്യോ? ഞാൻ എത്ര നേരം നിങ്ങളോട് പറയുന്നു, കയ്യും കാലും പിടിച്ച് കൊണ്ടുവന്നല്ലേ. സുനിയെ, എന്താ ചെയ്യാ? ഇപ്പൊ വന്ന സ്ഥിതിക്ക് എന്തായാലും വലിച്ചു കൊടുത്തേക്കാം. അല്ലടാ, ഈ തെങ്ങ് എന്താ ഇത് കൊറേ നേരമായിട്ട് കിടന്ന ആടുണ്ടല്ലോ. ആടൂലേ? മണ്ട മുഴുവൻ കള്ളല്ലേ? ഓ, അതുകൊണ്ടാണല്ലേ. ആരാണെങ്കിൽ പിന്നെ വിളിക്കണേ. ഇല്ല, പ്രശ്നമാണ്. എനിക്കിത് പറ്റൂല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഹലോ, ഇല്ല വരൂ. പ്രശ്നമാണത്. അതല്ല, വരും ചേച്ചി. അല്ല, അത് ഇവിടെ വേറൊരു തിരക്കിലായി പോയതുകൊണ്ടാണ്. ഇല്ല 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 ഇല്ല, ഇന്ന് എന്തായാലും വരും. ഇല്ല, പറയില്ല. അങ്ങനെ കടുത്ത തീരുമാനം എടുക്കല്ലേ. ഇല്ല ഇല്ല. ഹലോ വെച്ചോ. ഹലോ കൊളാക്കിയില്ലേ? പ്രശ്നമാണ്. പോവാ. ഓളെന്താ പറഞ്ഞേ? നടക്കൂല. പോവാ. എന്താ പറഞ്ഞേ? പറ. ഓളെന്താ പറഞ്ഞേന്നോ?
ഇന്നെങ്കിലും വന്ന് വീട്ടിൽ വന്ന് തേങ്ങ വലിച്ചു തന്നില്ലെങ്കിൽ ഭാര്യ മക്കള് നിറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നാ പച്ച വെള്ളം തരൂലെന്ന്. അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. അതായിരിക്കും നല്ലത്. എല്ലാ സാധനം എടുക്ക് പെട്ടെന്ന് പോകും. ഇവിടുത്തെ പരിപാടി നിർത്ത്. അതൊക്കെ പിടിച്ചോ. ഇത് കുടുംബ പ്രശ്നമാണെന്ന്. എന്ത് എങ്ങോട്ടാ പോണെന്ന്? മാറി. എന്റെ സാറേ, ഇയാളെ വീട്ടില് 2 കൊല്ലം ഇയാള് തേങ്ങ വലിച്ചു കൊടുത്തിട്ട് ഇന്ന് വലിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. 2 മണിക്ക് മുമ്പ് വലിച്ചു കൊടുത്തില്ലെങ്കിൽ ഡൈവോഴ്സ് ആയി പോകും. ഒരു കുടുംബ പ്രശ്നം. അല്ല ഇപ്പൊ ഇവിടെ ഞങ്ങളെ കാര്യം എന്തോ ഇങ്ങനെ മിണ്ടല്ലായിരുന്നു. അടുത്ത കൊല്ലം ഇവിടെ ഉണ്ട്. ആടി നീയേ നമ്മളെ സൈതലവിക്കല്ലേ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മരം മുറിക്കാൻ പോന്നെ ആ മൂപ്പരോടെ ആ മഴവും വാളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വരാൻ പറ. ആ തെങ്ങ് മുഴുവൻ മുറിച്ചിട്ട് കളയാം. തെങ്ങിൽ കയറി തേങ്ങ കളിക്കാൻ ആളെ കിട്ടില്ലെങ്കിൽ തെങ്ങും വേണ്ട ഒരു കുന്തവും വേണ്ട, എല്ലാ തെങ്ങും മുറിച്ചാൽ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. എന്റെ പൊന്ന് വിനീത് ആളിയാ, നീ എന്തുകൊണ്ട് ഇതിന്റെ ഹീറോ എന്നെ ആക്കിയില്ല? സുരാജ് വന്നിട്ട് ജിമ്മി പോയിട്ടുണ്ടോ? ഞാൻ തലയ്ക്കാ കളിക്കുന്നത്. തൊട്ട് നോക്കിയാ നല്ല കട്ടിയില്ല കേട്ടോ. തലയ്ക്ക് മാത്രമല്ല, തൊലിക്ക് നല്ല കട്ടി. ഇതിൽ കൂടുതലൊന്നും പറയാനില്ലട്ടാ. എനിക്കൊരു ഊമയായിട്ടൊരു സിനിമയിൽ അഭിനയിക്കണം. 600 സിനിമ അഭിനയിച്ചിട്ട് ഇതുവരെ ചുണ്ടനക്കാൻ പറ്റിയിട്ടില്ല. ఇది దేవి వేసిన నిండా సాక్ష్యాలు నమ్మి నన్ను నీ చీకటి లోకానికి తొక్కు. Are you a virgin? എന്റെ സാറേ, AK-47 പോലെ ഒരു പിസ്റ്റൾ എടുത്ത് കൈ തന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെടി വെച്ചാൽ മതി. ഞാനിങ്ങനെ ലാലിച്ചു സർ, ഞാനാണ് വിജയ്. എനിക്ക് കൃത്യമായിട്ട് സ്കൂൾ ഫീസ് കൊടുക്കുന്ന ഒരു കുട്ടി ആയാൽ മതി അച്ഛ. ഉള്ളത്തെ കോമഡി പറഞ്ഞിട്ട് സ്വന്തം ജീവിക്കുവാണോ? ഞാൻ അങ്ങനെയൊക്കെയാ. ഇങ്ങനെ പറയാനാണോ ഞാൻ പഠിപ്പിച്ചു വിട്ടത്? സുരാജ് പറയുന്ന പോലെ അങ്ങോട്ട് പറ. ഞാനിങ്ങനെ പൊതുവെ ആരോടും പറയാറില്ല. ഞാനിങ്ങനെ അറിയാതെ കാണിച്ചാണ്. ജൂനിയർ സുരാജ്. കാശിന് പോലും ഗതിയില്ലാത്ത നിന്നെ ജാക്കി എന്ന പേര് വരെ ഇട്ട ഞാനാ. ഈയിടെയായി എന്റെ തലയ്ക്ക് നല്ല സുഖമില്ലടി. ഒരു 250 രൂപ ഉണ്ടാവും. ഇക്ക വന്നിട്ടുണ്ട്. ഏതൊക്ക? സിറാജിക്ക. നിനക്ക് മുണ്ടുള്ളൂ ജന്മം തന്നൊരു അച്ഛൻ. നിന്റെ അച്ഛനെ പറഞ്ഞ കത്തി താഴെയിടാ. സാറിനൊരു വില്ലന്റെ രൂപമായിട്ട് തുടങ്ങിയില്ല ഇപ്പൊ കുറെ ആളായിട്ട്. കോമഡിയെ കൂട്ടി വില്ലനെ കൈവാൻ ഞാൻ പേടിച്ചു പോലെ. കളരി വിളക്കു തെളിഞ്ഞതാണോ, കുന്നത്ത് സൂര്യനുദീച്ചതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇനി ഇവിടെയും കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിലാർക്കെങ്കിലും വെറൈറ്റി ആയിട്ട് പാട്ട് പാടാനോ അല്ലെങ്കിൽ മിമിക്രി കാണിക്കാനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വെറൈറ്റി കല ആർക്കറിയാം? റെഡി, വരൂ. എന്താ പേര്? അസീസ് പെരുമ്പാടൻ. പെരുമ്പാളി. അപ്പൊ നന്നായിട്ട് പാടും. നന്നായിട്ടൊന്നും പാടില്ല. സാർ നിൽക്കണ എന്തെങ്കിലും പാടിയാൽ മതിയല്ലോ. ഞാൻ നിൽക്കുന്നോണ്ട് എന്തെങ്കിലും പാടിയാൽ മതി. എന്താണ് ആ പാടുന്നതിന് മുമ്പ് എന്തായാലും വന്നതല്ലേ, ഞാൻ 1 2 3 4 5 6 7 8 9 10 വരെ എണ്ണ അറിയാലോ? എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം. 10 വരെ എണ്ണ എനിക്കറിയാം. 1 2 എന്നും 10 വരെ അറിയാം. ശരി, ഞാൻ 1 എന്ന് പറയുമ്പോ ചേട്ടൻ 2 എന്ന് പറയണം മലയാളത്തിൽ. ഞാൻ 3 എന്ന് പറഞ്ഞാൽ ചേട്ടൻ 4 എന്ന് പറയണം, ഇംഗ്ലീഷിൽ പറയണം. നടത്തണം. അങ്ങനെ ഒരു റെഡി, നോക്കാം. അല്ല ഓക്കെ, റെഡി. 1 2 അല്ല 2 ശരി, 2 2 അടുത്ത മെല്ലെ അടുത്തത് പറ. 3 അവിടെ പറയില്ല. ഞാൻ മലയാളം പറയില്ല, അല്ല ഇംഗ്ലീഷ് പറയില്ല എന്ന് പറഞ്ഞു. ഈ പറയുന്നതല്ല മലയാളം അല്ലേ? എല്ലാത്തിനും സാറ് എല്ലാത്തിനും ഇംഗ്ലീഷ് ഡെസ്ക് ബെഞ്ച് അങ്ങനെ പറയും. 5 6 6 എന്ന് പറയണം. അത് പറയാൻ പറ്റില്ലെന്നേ. അത് പറയാൻ വരില്ല. അത് വരുന്നില്ല. ഇപ്പൊ വരുന്നത് എന്ത് വരും? ഒരു പാട്ട് വേണമെങ്കിൽ വരാം. പാട്ട്. ശരി, പാട്ട് വരാന്ന്. പാട്ടുമായിട്ട് വരാം. ഏത് പാട്ടാണ്? രമണൻ സിനിമയില് ഉദയഭാനു സാറ് പാടിയ ഒരു പാട്ടുണ്ട്, കാനനച്ചാലയിൽ ആടും വയ്ക്കാൻ. ഓക്കെ, കാനന ചാളയിലോ? ചായയില. ഓക്കെ, അത് 2 പേര്. കാനന ചായയിൽ
കാനന ചായയിലാടുമേക്കാ ഞാനും വരട്ടയോ നിന്റെ കൂടെ. ആ ഇനി എന്താണ് ഇതിലെ വെറൈറ്റി? വെറൈറ്റി വരാൻ സാധ്യതയുണ്ടല്ലോ. എന്ത് പാട്ട് എപ്പോഴും തിരിച്ചുകയും മറിക്കുകയും ചെയ്യുന്ന വി ഡി രാജനെ പോലെ സാറിന്റെ ഒരു കോമഡിയൊക്കെ പോലെ വേറെ ഒന്ന് ഒരു രണ്ടുപേര് വേറെ മാപ്പിളപ്പാട്ടായിട്ട് പാടിയല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ഈ പാട്ട് മാപ്പിളപ്പാട്ടായിട്ട് ചേട്ടൻ പാടാൻ പോവാണ്. റെഡി, മ്യൂസിക്. കാനന ചായയിൽ ആടുകൾ മേക്കുവാൻ ഞാനു വരട്ടയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മള് തമ്മില് പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ. കാനന ചായയിൽ ആടുകൾ മേക്കുവാൻ ഞാനു വരട്ടയോ നിന്റെ കൂടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് മാത്രം പോരാ, ഇതിപ്പോ നിങ്ങൾ പഠിച്ചോണ്ട് വന്നു. ഇനി ഞാനൊരു പാട്ട് പറഞ്ഞ പെട്ടെന്ന് പാടാൻ പറ്റുമോ? അങ്ങനെ പറ്റിയാൽ പാടാം സാർ, അങ്ങനെ പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു വടക്കൻ വീരകഥ എന്ന മമ്മൂട്ടി ചിത്രത്തിലൊരു പാട്ടുണ്ട്. സാറിന്റെ ഒരു ഗുരു കൂടിയാണല്ലോ. അതെ, സാർ അതുകൊണ്ട് കുറച്ചും കൂടി സാർ കാണിക്കുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് മമ്മൂക്കാടെ ചിത്രത്തിലെ നമ്മുടെ തെളിഞ്ഞതാണോ. യെസ്, ഈ പാട്ട് മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ പാടണം. പക്ഷെ ഞാൻ വെല്ലുവിളിക്കുന്നത് നടക്കില്ല. ഞാൻ നടക്കും. നിങ്ങൾ നടക്കും, പക്ഷെ പാട്ട് പാടണം. പാട്ട് പാടി നടത്തണം. ശ്രമിച്ചു നോക്കൂ. റെഡി? സാറിനൊരു വില്ലന്റെ രൂപമായിട്ട് തുടങ്ങിയില്ല ഇപ്പൊ കുറെ ആളായിട്ട്. ഗൗരവൊക്കെ വിട്ടിട്ട് ഒരു കോമഡിയൊക്കെ വിട്ടിട്ട് വില്ലനെ കഴിയാൻ ഞാൻ പേടിച്ചു പോലെ. കളരി വിളക്കു തെളിഞ്ഞതാണോ, കുന്നത്ത് സൂര്യനുദീച്ചതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, ആരീരും പോലത്തെ കൈ കരുത്തും ശങ്കു കടഞ്ഞ കഴുത്തഴകും, മെയ്യൊത്ത ചേകോന്റെ മെയ്യഴകും, മെയ്യൊത്ത ചേകോന്റെ മെയ്യഴകും. കളരി വിളക്കു തെളിഞ്ഞതാണോ, കുന്നത്ത് സൂര്യനുദീച്ചതാണോ, മാനത്തു നെങ്ങാനും വന്നതാണോ, മാനത്തു നെങ്ങാനും വന്നതാണോ. അടിപൊളി. ആരാ? പാട്ട് വളരെ ഗംഭീരമായിരുന്നു. ഇതൊക്കെ കേട്ട നാട്ടുകാർ തല്ലിക്കൊല്ലും സാറേ. ഇല്ല 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 ഇല്ല, വളരെ നന്നായിട്ട് പാടി. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ആദ്യമായിട്ട് ഞാൻ ഈ വെഞ്ഞാറമൂട് സാറിനെ കാണുന്നത് രസികൻ സിനിമയിൽ ഞാൻ മറ്റേ മണപ്പാട്ട് പറമ്പിച്ചാലും ഒരു മാലയുമായിട്ട് നോക്കി നിൽക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. സത്യം. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് സാറിന് ഇത്രയും മുകളിലേക്ക് എത്താൻ പറ്റിയില്ല. വില്ലൻ രൂപമൊന്നും വേണ്ട, ഇച്ചിരി ഗൗരവമൊക്കെ ഉണ്ട്. എനിക്കിവിടുന്ന് പോകാം. താങ്ക് യു. ഓക്കെ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. എന്റെ പൊന്ന് വിനീത് ആളിയാ, നീ എന്തുകൊണ്ട് ഇതിന്റെ ഹീറോ എന്നെ ആക്കിയില്ല? സുരാജ് വന്നിട്ട് ജിമ്മി പോയിട്ടുണ്ടോ? ഞാൻ തലയ്ക്കാ കളിക്കുന്നത്. തൊട്ട് നോക്കിയാ നല്ല കട്ടിയില്ല കേട്ടോ. തലയ്ക്ക് മാത്രമല്ല, തൊലിക്ക് നല്ല കട്ടിയില്ല. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്കൊരു ഊമയായിട്ടൊരു സിനിമയിൽ അഭിനയിക്കണം. 600 സിനിമ അഭിനയിച്ചിട്ട് ഇതുവരെ ചുണ്ടനക്കാൻ പറ്റിയിട്ടില്ല. ఇది దేవి వేసిన నిండా సాక్ష్యాలు నమ్మి నన్ను నీ చీకటి లోకానికి తొక్కు. Are you a virgin? എന്റെ സാറേ, AK-47 പോലെ ഒരു പിസ്റ്റൾ എടുത്ത് കൈ തന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെടി വെച്ചാൽ മതി. ഞാനിങ്ങനെ ലാലിച്ചു സർ, ഞാനാണ് വിജയ്. എനിക്ക് കൃത്യമായിട്ട് സ്കൂൾ ഫീസ് കൊടുക്കുന്ന ഒരു കുട്ടി ആയാൽ മതി അച്ഛാ. ഉള്ളത്തെ കോമഡി പറഞ്ഞിട്ട് സ്വന്തം ജീവിക്കുവാണോ? ഞാൻ അങ്ങനെയൊക്കെയാ. ഇങ്ങനെ പറയാനാണോ ഞാൻ പഠിപ്പിച്ചു വിട്ടത്? സുരാജ് പറയുന്ന പോലെ അങ്ങോട്ട് പറ. ഞാനിങ്ങനെ പൊതുവെ ആരോടും പറയാറില്ല. ഞാനിങ്ങനെ ജൂനിയർ സുരാജ്. കാശിന് പോലും ഗതിയില്ലാത്ത നിന്നെ ജാക്കി എന്ന പേര് വരെ ഇട്ട ഞാനാ. ഈയിടെയായി എന്റെ തലയ്ക്ക് നല്ല സുഖമില്ലടി. ഒരു 250 രൂപ ഉണ്ടാവും. ഇക്ക വന്നിട്ടുണ്ട്. ഏതൊക്ക? സിറാജിക്ക. നിനക്ക് മുണ്ടുള്ളൂ ജന്മം തന്നൊരു അച്ഛൻ. നിന്റെ അച്ഛനെ പറഞ്ഞ കത്തി താഴെയിട. ോ
3 4 5 6 7 വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇനി പാട്ട് പാടാനോ അല്ലെങ്കിൽ മിമിക്രി കാണിക്കാനോ ആർക്കെങ്കിലും റെഡി വരൂ. എന്താ പേര്? നിവേദിത. അങ്ങനെ ഒരു നായികയുണ്ടല്ലോ അല്ലേ മലയാള സിനിമയിൽ? നിവേദിത ഉണ്ട്. അതൊക്കെ അറിയണ്ടേ? ആരായി പേരിട്ടത്? അമ്മ എന്ത് ചെയ്യുന്നു? ആ, വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? ചേട്ടനുണ്ട്. എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഗൾഫിലാണ്. പോയി. ഇനി വരൂലേ ലീവിന്? അതെന്താ പേടിയുണ്ടോ? ഇങ്ങനെ ഒന്ന് വിറയ്ക്കുന്നു? ഏതിന് പഠിക്കുന്നു? ഡിപ്ലോമ. അപ്പൊ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ? വരണ്ടായിരുന്നു അല്ലേ? നേരത്തെ അവിടെ പറഞ്ഞു കേട്ടല്ലോ 1 to 10 വരെ എണ്ണാൻ എന്തായാലും ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ ഞാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയണം, 2 എന്ന് പറയണം. റെഡി? 1 അങ്ങോട്ട് അടുത്തോട്ട് വെക്ക്. റെഡി? 3 5 7 8 9 അപ്പൊ ഒരു 4 വരി പാട്ട് ഏതാ പാടാൻ പോകുന്നത്? കാറ്റേ നീ വീശരുതിപ്പോൾ. ഓക്കെ, ജീവന്റെ ജീവനിരിപ്പു. അങ്ങനെ വല്ലതും ജീവനുണ്ടോ? ഈ പാട്ട് പാടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജീവൻ ഇരിക്കും. പിന്നെ ആൾക്കാർ തന്നെ പറയുന്നു. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? 8 വർഷമായിട്ട് പോകുന്നുണ്ട്. ആ, അപ്പൊ 8 വർഷമായിട്ട് പാട്ട് പഠിച്ചതിന്റെ ഒരു ഏകദേശമൊക്കെ ഇവിടെ കാണാനുണ്ട്. തിരുവനന്തപുരംകാരിയായിരുന്നു. തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്ത് എവിടെ? വെഞ്ഞാറമൂട്ടിലോ? വെഞ്ഞാറമൂട് എവിടെ? താളിക്കുഴി. ആ കല്ലറ. കല്ലറ വെഞ്ഞാറമൂട് കഴിഞ്ഞു പോണം. അവിടെയാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ ഇവിടെയാണ്. ഇവിടെ എവിടെ? കണ്ടനാട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഉള്ളത് ഗംഭീരാക്കിട്ടോ. ശരി വെഞ്ഞാറമൂട്ടുകാരി. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരിക്കാഴ്ചകൾ അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്.